ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ട് ഒരു ഇലയിട ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 2 വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ആ വെള്ളരിക്ക നന്നായിട്ട് അരിഞ്ഞ് അത് നന്നായി കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ളരിക്ക നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ അകത്തെ സീഡ്സ് എല്ലാം നമുക്കെടുത്ത് കളയണം. അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയോ ശർക്കരയോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്ക, തേങ്ങ, പഞ്ചസാര ഇത് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അടുത്തതായി ഏലക്കപ്പൊടി ഇടുക. ഏലക്കപ്പൊടി ഉള്ളവർ അതിടുക, അല്ലെങ്കിൽ ഏലക്ക ചതച്ച് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി തിളയ്ക്കാൻ വെക്കുക. കുറച്ച് കഴിഞ്ഞ് ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി, ഗോതമ്പ് മാവാണെങ്കിൽ അത്, റാഗി മാവാണെങ്കിൽ റാഗി മാവ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള മാവ് ഇതിലായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഈ മാവ് ഇതിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വെക്കാം. അങ്ങനെ ഇത് നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എണ്ണയോ എന്തെങ്കിലും പുരട്ടി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വാഴയിലയിൽ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതങ്ങ് ആവി കയറ്റാൻ വെക്കാം. അങ്ങനെ എല്ലാം പരത്തിയെടുത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് നമുക്ക് ഇനി ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക കൊണ്ടുള്ള ഇലയുടെ തയ്യാറായിട്ടുണ്ട്. ഈ പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഇലയിട നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.